ശബ്ദം കടലുണ്ടിയുടെ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ ഒരു കലാസ്നേഹിയായിരുന്നു, കലാ ആരാധകനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിലെ എന്നെ നൃത്തം പഠിപ്പിച്ചു. ഞാൻ കലാരംഗത്തേക്ക് വരാനുണ്ടായ കാരണമാണ് പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ എന്നെ നൃത്തം പഠിപ്പിച്ചു. അങ്ങനെ എരഞ്ഞിപ്പാലത്തുള്ള ഒരു ശ്രീധരൻ മാഷാണ് എന്നെ നൃത്തം പഠിപ്പിച്ചത്. കുറേ വർഷങ്ങൾ പഠിച്ചു. ഞാൻ പഠിച്ചതിന് ശേഷം അച്ഛൻ മാഷും കൂടി നൃത്ത പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകും. അപ്പം ആ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് സാംസ്കാരിക സംഘടനകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ക്ലബ്ബുകൾ, വായനശാലകൾ, കലാസമിതികൾ, ഇങ്ങനെയുള്ള ഒരുപാട് സാംസ്കാരിക സംഘടനകൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ വർഷം വാർഷികം നടത്തും. അങ്ങനെ വാർഷികങ്ങളിലൊക്കെ കുട്ടികൾക്കുള്ള അവരവരുടെ കലാപരമായ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റിയ പരിപാടികൾ അവതരിപ്പിക്കാനുള്ളൊരു വേദി ആ കാലത്ത് ധാരാളം ഉണ്ടായിരുന്നു. നൃത്യങ്ങൾ, ഗാനമേള, ഏകാംഗം, നാടകം, അങ്ങനെ ഒരുപാട് പരിപാടികൾ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നൃത്ത പരിപാടികൾക്കൊക്കെ പോയി. അങ്ങനെ നൃത്തം കഴിഞ്ഞാൽ ഞാൻ മേക്കപ്പൊക്കെ തുടച്ച് അച്ഛനും ഞാനും കൂടി ഫ്രണ്ട് പോയിരിക്കും ഓഡിയൻസിൻ്റെ മുമ്പിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കും, പരിപാടികളൊക്കെ കാണും. നാടകം കാണാനിടയായി. ഒരുപാട് നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് ശാന്താദേവി, ബാലൻ കെ നായർ, കുതിരവട്ടം പപ്പു, നെല്ലിക്കോട് ഭാസ്കരൻ, കുഞ്ഞാണ്ടിയേട്ടൻ, പിന്നെ കുട്ടിയെടുത്തി വിലാസിനി, നിലമ്പൂർ ബാലേട്ടൻ, ഇവരൊക്കെ അഭിനയിക്കുന്ന നാടകങ്ങൾ എനിക്ക് കാണാനിടയായി. അങ്ങനെയാണ് എനിക്ക് അന്നേ വളരെ ചെറുപ്പത്തിലേ നാടകം അഭിനയിക്കാനുള്ള മോഹം ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ മോഹം മനസ്സിൽ തന്നെ സൂക്ഷിച്ച് നൃത്ത പരിപാടികൾക്കൊക്കെ അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. മാനാരി ശ്രീധരൻ എന്ന ഒരാളാണ് എന്നെ വളരെ ചെറുപ്പത്തിലെ പെണ്ണ് കാണാൻ വന്നു. കുറേ ജാതകം നോക്കി കുറേ വെച്ചു. അങ്ങനെയൊക്കെ 15 വയസ്സിലെ ജാതകം നോക്കി വെച്ചു. അങ്ങനെ 5-6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കല്യാണത്തിന് അച്ഛനൊരു നിബന്ധന വെച്ചു. അച്ഛൻ പറഞ്ഞു, കല്യാണത്തിൻ്റെ മുമ്പ് അവരോട് പറഞ്ഞു, പിന്നെ സാവിത്രി കല്യാണം കഴിഞ്ഞാലും നൃത്ത പരിപാടികൾക്ക് പോവും, അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ ഈ കല്യാണം നടക്കൂ എന്ന്. അപ്പം അവർക്ക് സമ്മതമാണ്. ശ്രീധരേട്ടൻ വളരെ കലാകാരനല്ലെങ്കിലും കലാസ്നേഹിയാണ്, കലാ ആസ്വാദകനാണ്. അങ്ങനെ വളരെ ഇഷ്ടമായി. അപ്പം നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡാൻസിന് പോവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് നാടകങ്ങൾ കാണാനിടയായി. അപ്പം അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞു. 16-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം നൃത്ത പരിപാടികൾക്ക് പോയി നാടകം ഇങ്ങനെ കാണും ഞാൻ. അപ്പം ഞാൻ ഒരു ദിവസം അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് നാടകത്തിൽ അഭിനയിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാടകത്തിൽ അഭിനയിക്കണം. അച്ഛൻ പറഞ്ഞു, എങ്ങനെ രണ്ടും കൂടി നടക്കൂല, ഡാൻസിന് മാത്രം രണ്ടും കൂടി നടക്കൂല മോളെ, ഡാൻസിന് പോയാൽ മതി. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ അച്ഛനോട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, എന്നാൽ നിൻ്റെ ഭർത്താവിനോട് ഭർത്താവിനോട് ചോദിച്ചപ്പം അവർക്ക് ഇഷ്ടമാണ്, സമ്മതമാണ്, ഭയങ്കര നിനക്കിഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടമാണെന്നാണ് ശ്രീരേട്ടൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ആണ് ഞാൻ നാടകത്തിലേക്ക് വരാനുണ്ടായ കാരണം. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് വളയനാട് കലാസമിതിയുടെ കറുത്ത വെള്ളം എന്ന നാടകമാണ്. അത് ഒരു PK മേനോനാണ് സംവിധാനം ചെയ്തത്. നാടകം ആരാണ് എഴുതിയതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയിലില്ല. വളയനാട് കലാസമിതിയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. പിന്നീട് ഇങ്ങനെ ഓരോരോ സാംസ്കാരിക സംഘടന, ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ പോലെയല്ല, ആ കാലഘട്ടങ്ങളിൽ
ഏതൊരു കുഗ്രാമത്തിലും ഉണ്ടാവും കലാസാംസ്കാരിക സംഘടനകൾ. അങ്ങനെ ഉണ്ടായ കലാസമിതികൾ, ക്ലബുകൾ, വായനശാലകൾ അങ്ങനെ ഉള്ള കലാസാംസ്കാരിക സംഘടനകളിലുള്ള നാടകങ്ങളിൽ ഒക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് മാങ്കാവ് കലാസമിതി, പിന്നെ മാങ്കാവ് ദേശീയ കലാസമിതി, വളയനാട് കലാസമിതി, തിരുവണ്ണൂർ കലാസമിതി, തിരുവണ്ണൂർ ലൈബ്രറി, തിരുവണ്ണൂർ ശ്രീകൃഷ്ണ തിയേറ്റേഴ്സ്, സംഗീത വിദ്യാലയം, ഇങ്ങനെ പിന്നെ ഒരുപാട് തെക്കോട്ടൊക്കെ തെക്ക് ഭാഗത്ത് മണ്ണൂര്, കടലുണ്ടി, മണ്ണൂര് പ്രബോധിനി, എനിക്ക് മറക്കാൻ പറ്റില്ല, പ്രബോധിനി, കടലുണ്ടി, ഒരു ബാലകൃഷ്ണ മാഷ് ഉണ്ടായിരുന്നു, പിന്നെ കൈരളി കലാമന്ദിർ, പിന്നെ നവജീവൻ, പിന്നെ ഏതൊക്കെ എനിക്കിപ്പോൾ സംഘടനകളുടെ പേര് ഓർമ്മയില്ല. ഒരുപാട് കടലുണ്ടി ഒക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അമേച്ചർ നാടകങ്ങൾ, ആ കാലഘട്ടത്തിലൊക്കെ അമേച്ചർ നാടകങ്ങളാണ്. ഒരുപാട് പ്രിന്റഡ് ബുക്കുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് പിന്നെ മുഹമ്മദ് പുഴക്കര, CL ജോസ്, പിന്നെ കാനം രാജേന്ദ്രൻ എഴുതിയ നാടകമൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ജി ശങ്കരപ്പിള്ള, അങ്ങനെ ഒരുപാട് നാടകകൃത്തുക്കൾ, നല്ല നല്ല നാടകങ്ങൾ, നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇബ്രാഹിം വെങ്ങരയുടെ രാജ്യസഭ എന്ന നാടകത്തിലാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അതിൻ്റെ മുമ്പ് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അമേച്ചർ നാടക മത്സരത്തിൽ, പിന്നെ കോഴിക്കോട് അണിയറ തിയേറ്റേഴ്സിൻ്റെ KR മോഹൻദാസ് സംവിധാനം ചെയ്ത പോൾ കല്ലാനോട് മാഷ് എഴുതിയ താഴ്വര എന്ന നാടകത്തിൽ എനിക്ക് സംഗീത നാടക അക്കാദമി മത്സരം സംഘടിപ്പിച്ചപ്പോൾ ഈ സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ താഴ്വര നാടകത്തിന് 4-5 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇന്നില്ല, സുധാകരൻ, പിന്നെ KR മോഹൻദാസ് സംവിധാനത്തിന്, സുധാകരേട്ടന് നടന്, പിന്നെ ജയപ്രകാശ് കാര്യാൽ അവർക്ക് പിന്നെ ദീപാലങ്കാരം, പിന്നെ വേറെയും അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അതിന്. ആ നാടകത്തിന് താഴ്വര പോൾ കല്ലാനോട് മാഷിൻ്റെയാണത്. അതാണ് എനിക്ക് സംഗീത നാടക അക്കാദമി അവാർഡാണ് ആദ്യം കിട്ടിയത്. പിന്നീടാണ് 93-ലാണ് രാജ്യസഭ നാടകത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അങ്ങനെ പിന്നെ ഒരുപാട് കോഴിക്കോടുള്ള ട്രൂപ്പിലൊക്കെ ഞാൻ അഭിനയിച്ചു. ജീവിതമാണ് നാടകം, അങ്ങനെയാണ്. നാടകം ഇല്ലെങ്കിൽ പിന്നെ ജീവിതമില്ല, അങ്ങനെയായിരുന്നു. അപ്പം നാടകമില്ലാതെ വിഷമിച്ച് ദുഃഖിച്ച് വീട്ടിലിരിക്കുമ്പോഴാണ് സുഡാനി ഫ്രം നൈജീരിയ അതിൻ്റെ ആൾക്കാർ വന്നിട്ട് എന്നെ വിളിക്കുന്നത്. കുറച്ച് ആളുകൾ വന്ന് ഇവിടെ ഇരുന്ന്, കുറച്ച് ചെറുപ്പക്കാർ, കുട്ടികൾ, എൻ്റെ മക്കളെ പോലെ ഉള്ള കുട്ടികൾ വന്ന് അവിടെ ഇരുന്ന് എന്നോട് പറഞ്ഞ്, ചേച്ചി ഞങ്ങളൊരു സിനിമ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിൽ അഭിനയിക്കണം. ഞാൻ പറഞ്ഞു, അയ്യോ ഞാനോ, എനിക്ക് സിനിമ അഭിനയിച്ചൊന്നും പരിചയമില്ല. അഭിനയിച്ച് പരിചയമില്ല എന്ന് പറയുമ്പോൾ അതൊരു കള്ളത്തരാവും. അതല്ല, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, കൊല്ലം എനിക്ക് 40കളിലാണ്, അല്ല 60കളിലാണ് തോന്നുന്നുണ്ട്, പിന്നെ MT വാസുദേവൻ നായരുടെ കടവ് എന്ന ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായരുടെ സംവിധാനത്തിൽ അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, കടവ്. പിന്നീട് ഞാൻ നാടകമേ ജീവിതം, നാടകം തന്നെയായിരുന്നു. 55 വർഷം ഞാൻ നാടക രംഗത്തായിരുന്നു.
അപ്പോൾ അങ്ങനെ നാടകമാണ് ജീവിതം. ഞാൻ പറഞ്ഞില്ലേ, നാടകമില്ലാതെ വീട്ടിൽ ദുഃഖിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് വിവര വന്നത്, സുഡാനി ഫ്രം നൈജീരിയ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സിനിമയിൽ അഭിനയിച്ചൊന്നും പരിചയമില്ല, എങ്ങനെയാണ് എനിക്ക് വരാൻ വിഷമമുണ്ട്. അപ്പം ഞാൻ വിഷമം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചീൻ്റെ കൂടെ നാടകത്തിൽ അഭിനയിച്ചവർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ആരൊക്കെ? അപ്പം ഞാൻ ചോദിച്ചു, ആരൊക്കെ? സരസ ബാലുശ്ശേരി, ഒരു ജയശ്രീൻ്റെ പേരൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ വിജയലക്ഷ്മി, അവരെ പേരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവരൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം സരസ ഉണ്ടായിരുന്നു, സരസ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എനിക്ക് ഒരു കൂട്ടായി. അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ സമ്മതം അറിയിച്ചത്. ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. എനിക്ക് പരിചയമൊന്നുമില്ല, പേടിയുണ്ടായിരുന്നു, സിനിമ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയേയില്ല. അങ്ങനെ പോയി ചെന്നപ്പം വളരെ നല്ല പേടിച്ചും കൊണ്ടാണ് പോയത്. പക്ഷേ ചെന്നപ്പം എനിക്ക് ആ പേടിയൊക്കെ പോയി. അങ്ങനെയായിരുന്നു. എന്നെ സ്വന്തം അമ്മമാരെ കൊണ്ട് നടക്കണ പോലെയാണ് ആ മക്കൾ ഞങ്ങളെ കൊണ്ട് നടന്നത്. ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതും ഒക്കെ വളരെ സ്നേഹത്തിൽ അവരെ ആ സ്നേഹമാണ് ഞങ്ങളെ ഞങ്ങൾക്ക് ധൈര്യം തന്നത്, ആത്മധൈര്യം തന്നത്. ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ കിട്ടി ആ കുട്ടികളുടെ പെരുമാറ്റം കൊണ്ട്. അങ്ങനെയാണ് സുഡാനി ഫ്രം നൈജീരിയ. എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്, പക്ഷെ സമയപരിമിതി മൂലം ഞാൻ നിർത്തുകയാണ്. എനിക്ക് ഇങ്ങനെ 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്ന ശബ്ദം കടലുണ്ടിക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തി.